അഗസ്തിച്ചീര നട്ടതാണ്. അഗസ്തിച്ചീര കിളിച്ച് വരും. ഞങ്ങൾ തിരുവനന്തപുരത്ത് ടൂറ് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 കായ അടിച്ചു മാറ്റി, അതിലൊരു കായ ഞാനൊരു അടിച്ചു മാറ്റിയവരോട് മേടിച്ച് ഞാൻ കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ച സാധനമാണ് അഗസ്തിച്ചീര. ഇത് കിളിച്ച് വരുമ്പോൾ നമുക്കറിയാം അഗസ്തിച്ചീരയാണോ വേറെ എന്തെങ്കിലും ചീരയാണോ എന്ന്, ഇല്ലേ? അന്നേരം നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോകൾ പുറകിനാലെ കാണുന്ന ദിവസം റീപ്ലാന്റ് ചെയ്ത് വെച്ച നമ്മൾ താമര വെച്ചില്ലായിരുന്നോ, എല്ലാത്തിലും മുട്ടായിട്ടുണ്ട്. കണ്ടോ 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 എല്ലാം. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കും ഇതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് എൻ്റെയാണ്. ഒരു കഷ്ടപ്പാടും ഇല്ല. എനിക്ക് വീഡിയോ എടുക്കുക എന്നുള്ള ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങൾ മകേഷിൻ്റെയാണേ. എനിക്കൊരു ഇതൊരു പുതിയ മുട്ടാണേ ഇവിടെ വന്നേ. ഇതിന് പേരിട്ടിട്ടില്ലെന്ന്. ഒരാൾ ഹൈബ്രിഡ് ചെയ്ത് മകേഷിന് കൊടുത്തതാ. ഇതിന് പേരിട്ടിട്ടില്ല. അപ്പം ഗൗരാപ്പിനോ ഇതിൻ്റെ പേരെന്തുവാ? ആ, അപ്പം പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ എല്ലാം പേരുകൾ ചുമ്മാതെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള പേരിടാം. ഇതേണ്ടേ, ഇത് കണ്ടോ? ഞാൻ മകേഷിനോട് ചോദിച്ചു ഇതിൻ്റെ പേരെന്തോന്ന്. മകേഷ് പറഞ്ഞില്ല. അപ്പം എനിക്ക് പേരിടാൻ ഞാൻ താല്പര്യപ്പെടുന്ന ബിജി രഞ്ജിത്ത്. ആ താമരയുടെ പേര് ബിജി രഞ്ജിത്ത്. ഒരെണ്ണം ഇതേണ്ടേ ഹൈബ്രിഡ് ചെയ്ത ഒരുതണ്ട്. ഇത് കണ്ടോ? ഇത് ഞാൻ അർജുൻ ബി രഞ്ജിത്ത് എന്നിടും ഇതിൻ്റെ പേര്, എൻ്റെ മൂത്ത മോൻ്റെ പേര്. ഇത് കണ്ടോ? ഇതിനെ ഞാൻ അഭിനവ് ബി രഞ്ജിത്ത് എന്നിടും, എൻ്റെ ഇളയ മോൻ്റെ പേര്. അപ്പോൾ എൻ്റെ മനുചേട്ടന് ഒരെണ്ണം വേണമല്ലോ. മനുചേട്ടനെ ഉണ്ട് അങ്ങേ അറ്റം നിൽപ്പുണ്ട് ഒരാൾ. അത് കാണിക്കാം. വട്ടാന്ന് നിങ്ങൾ ഓർക്കും, പക്ഷേ വട്ടല്ല. ഇതൊക്കെ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഇത് കണ്ടോ? ഈ മുട്ടിനെ ഞാൻ രഞ്ജിത്ത് ഭാസ്കർ എന്നിടും. തൈകൾ നടാൻ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ നടക്കുന്ന തൈകൾ നടാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇതെന്തുവായിരുന്നു? അർജുൻ ബി രഞ്ജിത്ത്. ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന മകേഷല്ലേ. അപ്പോൾ മകേഷിന് ഒരു പേരിട്ടേക്കാം, രാജേഷ് ഭാസ്കർ. അപ്പോൾ പിന്നെ അമ്മയും അച്ഛനുമേ ഉള്ളൂ ഇവിടെ. അന്നേരം അവർക്കും കൊടുക്കാം ഓരോന്ന്. ഇത് കണ്ടോ? സുശീല ഭാസ്കർ. ഇത് CN ഭാസ്കരൻ. അപ്പം ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരും ആയിട്ടുണ്ട് കേട്ടോ.